ഹലോ നമസ്കാരം. ഡോക്ടർ അപർണ സ്വാസ്ഥ്യ രക്ഷയിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ നിങ്ങളുടെ സ്വന്തം ഡോക്ടർ അപർണ അല്ല. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് ഗൗട്ട് എന്ന രോഗത്തെ പറ്റിയാണ്. എല്ലാവർക്കും അറിയാവുന്ന ഒന്നാണ് ഗൗട്ട് രോഗം അഥവാ യൂറിക് ആസിഡ്. നമ്മൾ പൊതുവെ ഇപ്പം കേൾക്കുന്ന ഇപ്പം ആരെങ്കിലും ഒരാൾ സന്ധിവേദനയാണ് എന്ന് പറയുമ്പോൾ തന്നെ മറ്റൊരാൾ പറയും നമ്മൾ യൂറിക് ആസിഡിൻ്റെ അളവൊന്ന് രക്തത്തിൽ നോക്കിയേക്ക്, ചിലപ്പോൾ യൂറിക് ആസിഡ് കാരണമായിരിക്കും വേദന വരുന്നതെന്നൊക്കെ അല്ലേ. അപ്പം എന്താണ് ഗൗട്ട്? നമ്മുടെ ശരീരത്തിൽ യൂറിക് ആസിഡിൻ്റെ അളവ് കൂടിയിട്ട് സന്ധികളിൽ അടിഞ്ഞുകൂടി സന്ധികളിൽ തന്നെ ഉണ്ടാകുന്ന നീർക്കെട്ടിനെയാണ് ഗൗട്ട് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ ശരീരത്തിൽ എങ്ങനെ യൂറിക് ആസിഡ് വരുന്നതെന്ന് അറിയണ്ടേ? നമ്മൾ കഴിക്കുന്ന ഫുഡിൽ ചില ഫുഡിൻ്റെ ബൈ പ്രോഡക്റ്റ് ആയിട്ടാണ് യൂറിക് ആസിഡ് ഉണ്ടാകുന്നത്. സാധാരണഗതിയിൽ ഈ യൂറിക് ആസിഡ് നമ്മുടെ മൂത്രത്തിലൂടെ എലിമിനേറ്റ് ചെയ്ത് പോവുകയാണ് ചെയ്യുന്നത്. എന്നാൽ ചിലരിലൊക്കെ ആണെങ്കിൽ ഈ മൂത്രത്തിലൂടെ എലിമിനേറ്റ് ആകുന്ന യൂറിക് ആസിഡിൻ്റെ അളവ് കുറയുകയോ അല്ലെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ മെറ്റബോളിസം വഴി ബൈ പ്രോഡക്റ്റ് ആയിട്ടുണ്ടാകുന്ന യൂറിക് ആസിഡിൻ്റെ അളവ് കൂടുകയോ ചെയ്യുമ്പോഴാണ് ഈ യൂറിക് ആസിഡ് നമ്മുടെ ശരീരത്തിൽ നിന്ന് പോവാതെ ശരീരത്തിൽ കൂടി നമ്മുടെ സന്ധികളിൽ നീർക്കെട്ടുണ്ടാക്കുന്നത്. യൂറിക് ആസിഡ് നമ്മുടെ ശരീരത്തിൽ ആവശ്യമായൊരു ഘടകം തന്നെയാണ്. എന്ന് വെച്ചാൽ ദിവസവും ഓക്സിഡേഷൻ വഴി ഉണ്ടാകുന്ന ഫ്രീ റാഡിക്കൽസിനെ നശിപ്പിച്ച് നമ്മുടെ ശരീരത്തിൻ്റെ മെറ്റബോളിസത്തിനെ നോർമലായി കൊണ്ടുപോകുക എന്നതാണ് യൂറിക് ആസിഡിൻ്റെ ധർമ്മം. സാധാരണ നമ്മുടെ ശരീരത്തിലെ യൂറിക് ആസിഡിൻ്റെ അളവ് നിശ്ചയിക്കുന്നത് സ്ത്രീകളായാലും പുരുഷന്മാരായാലും അവരുടെ ഹൈറ്റ്, വെയിറ്റ്, മസിൽ അളവ് എന്നിവയെ ഡിപ്പെൻഡ് ചെയ്താണ് ഇരിക്കുന്നത്. അതുപോലെ തന്നെ നമ്മൾ ആവറേജ് റേഞ്ച് പറയുകയാണെങ്കിൽ സ്ത്രീകളിൽ 4 തൊട്ട് 5 വരെയും പുരുഷന്മാരിൽ 5 തൊട്ട് 6 വരെയുമാണ് യൂറിക് ആസിഡ് ഉണ്ടാവേണ്ടത്. ഇനി നമുക്ക് ഗൗട്ടിൻ്റെ ലക്ഷണങ്ങൾ അല്ലെങ്കിൽ യൂറിക് ആസിഡ് കൂടുമ്പോൾ ഉണ്ടാകുന്ന ലക്ഷണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. 70% ആളുകളിലും നമ്മുടെ തള്ളവിരലിൻ്റെ ജോയിൻറ്റിൻ്റെ ജസ്റ്റ് താഴെ, അതായത് നമ്മുടെ രീതിയിൽ പറയുകയാണെങ്കിൽ MTP ജോയിൻ്റ് എന്ന് പറയും, അവിടെ നീർക്കെട്ട്, വേദന എന്നീ ലക്ഷണങ്ങളാണ് തുടക്കത്തിൽ ഉണ്ടാകുന്നത്. ഇതുകൂടാതെ പിന്നീട് അലസത അല്ലെങ്കിൽ നടുവേദന, പിന്നെ ക്ഷീണം, ഇതൊക്കെയാണ് മെയിനായിട്ടുണ്ടാകുന്ന ലക്ഷണം. ഗൗട്ടിൻ്റെ ലക്ഷണങ്ങൾ നമ്മുടെ ശരീരത്തിൽ പ്രകടമാകുന്നത് കൂടുതലും രാത്രി സമയങ്ങളിലാണ്. അതുപോലെ തന്നെ സ്ത്രീകളെ അപേക്ഷിച്ച് പുരുഷന്മാരിലാണ് ഗൗട്ട് പെട്ടെന്ന് ബാധിക്കുന്നതെന്നാണ് പഠനങ്ങൾ തെളിയിക്കുന്നത്. അതുപോലെ തന്നെ തൈറോയ്ഡ് പ്രശ്നമുള്ളവർക്കും പ്രമേഹം, അമിതവണ്ണം എന്നീ രോഗികൾക്കും യൂറിക് ആസിഡിൻ്റെ അളവ് കൂടാനുള്ള ചാൻസ് കൂടുതലാണ്. ആധുനിക ശാസ്ത്രത്തിൽ പറയുന്നത് പ്യൂറിൻ അടങ്ങിയിരിക്കുന്ന ആഹാര സാധനങ്ങൾ നമ്മൾ കൂടുതലായിട്ട് കഴിക്കുമ്പോഴാണ് നമ്മുടെ ശരീരത്തിൽ യൂറിക് ആസിഡിൻ്റെ അളവ് കൂടുന്നതെന്നായിട്ടാണ്. അതായത് പ്യൂറിൻ അടങ്ങിയ ഭക്ഷണ സാധനങ്ങൾ എന്ന് പറയുമ്പോൾ കടൽ മത്സ്യങ്ങൾ, മാംസ ആഹാരങ്ങൾ ഇവയൊക്കെ കഴിക്കുമ്പോൾ നമ്മുടെ ശരീരത്തിൽ ഉണ്ടാവുന്ന യൂറിക് ആസിഡിൻ്റെ അളവ് കൂടുന്നുവെന്നും അതുമൂലം ഗൗട്ട് വരുന്നുവെന്നാണ് ആധുനിക ശാസ്ത്രത്തിൽ പറയുന്നത്. ഇതുപോലെ തന്നെ നമ്മുടെ ആയുർവേദത്തിൽ പറയുന്നത് നമ്മൾ ഈ പറഞ്ഞ ആഹാരങ്ങളൊക്കെ കഴിക്കുമ്പോൾ നമ്മുടെ ശരീരത്തിൽ വിദാഹവും ഉൾപ്പൊഴുക്കവും ഒക്കെ ഉണ്ടാകുമെന്നും അതുണ്ടാകാൻ കാരണം ഈ ആഹാര സാധനങ്ങൾ, അതായത് മാംസാഹാരങ്ങൾ, കടൽ മത്സ്യങ്ങളൊക്കെ ഉഷ്ണമാണെന്നും ഇത് കാരണം നമ്മുടെ സന്ധികളിലെ വേദന അഥവാ നീർക്കെട്ടൊക്കെ ഉണ്ടാകുമെന്നാണ് പറയുന്നത്. ഇനി നമുക്ക് ഇത് വരാതിരിക്കാൻ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. പ്രധാനമായും നമ്മുടെ ശരീരത്തിൽ ഹൈഡ്രേഷൻ നിലനിർത്തുക, അതായത് നമ്മുടെ വെയിറ്റിനനുസരിച്ചുള്ള വെള്ളം നമ്മുടെ ശരീരത്തിൽ ഉണ്ടാവണം. നമ്മൾ പൊതുവെ പറയുകയാണെങ്കിൽ 20 കിലോയ്ക്ക് 1 ലിറ്റർ എന്ന അടിസ്ഥാനത്തിലാണ് ഒരാൾ വെള്ളം കുടിക്കേണ്ടത്. രണ്ടാമതായി അമിതവണ്ണം കുറയ്ക്കാം. ഈ അമിതവണ്ണം ഉള്ളവർക്കാണെങ്കിൽ നമ്മുടെ ശരീരത്തിൽ ഗ്ലൂക്കോസിൻ്റെ ഉൽപ്പാദനം കൂടും. ഈ ഗ്ലൂക്കോസിൻ്റെ ഉൽപ്പാദനം കൂടുമ്പോൾ ഫാറ്റ് അക്യുമുലേഷൻ അഥവാ ഫാറ്റിൻ്റെ ഉൽപ്പാദനവും കൂടാൻ ചാൻസ് ഉണ്ട്. ഇത് നേരെ നമ്മുടെ യൂറിക് ആസിഡിൻ്റെ അളവ് കൂട്ടാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് അമിതവണ്ണം കുറയ്ക്കുക. അതേപോലെ തന്നെ നമ്മുടെ ആഹാരത്തിൽ വിറ്റാമിൻ സി അടങ്ങിയ ഫ്രൂട്ട്സ്, പച്ചക്കറികൾ ഇതൊക്കെ ഉൾപ്പെടുത്തുക. ഇതുപോലെ തന്നെ ദിവസവും ഒരു ഏത്തപ്പഴം കഴിക്കുന്നത് നന്നായിരിക്കും. ഈ ഏത്തക്കയിൽ വിറ്റാമിൻ B6, ഫോളിക് ആസിഡ് ഇവയൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ നമ്മുടെ ശരീരത്തിൽ യൂറിക് ആസിഡിൻ്റെ അളവ് കുറയ്ക്കുകയും അതേപോലെ തന്നെ ഈ കൂടുന്നത് കാരണം, അതായത് യൂറിക് ആസിഡിൻ്റെ അളവ് കൂടിയത് കൊണ്ടുണ്ടാകുന്ന വേദനയും നീർക്കെട്ടും കുറയ്ക്കാൻ സഹായിക്കുന്നു. അതുപോലെ തന്നെ യൂറിക് ആസിഡിൻ്റെ അളവ് കുറയ്ക്കാൻ സഹായിക്കുന്ന ഒന്നാണ് പച്ചപ്പപ്പായ അഥവാ അധികം പഴുക്കാത്ത പപ്പായ. അതെങ്ങനെ എടുക്കണമെന്ന് വെച്ചാൽ പച്ചപ്പപ്പായ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി 1 ഗ്ലാസ് വെള്ളത്തിൽ നല്ലപോലെ തിളപ്പിക്കണം. അതിനുശേഷം അതിനെ തണുക്കാൻ വെച്ചതിന് ശേഷം നല്ലപോലെ തണുത്തതിന് ശേഷം 1 ടീസ്പൂൺ തേനൂടെ ചേർത്ത് നമ്മൾ കഴിച്ചാൽ മതി. അപ്പം അത് നമ്മുടെ ശരീരത്തിലെ യൂറിക് ആസിഡിൻ്റെ അളവ് കുറയ്ക്കുകയും അതേപോലെ തന്നെ യൂറിക് ആസിഡ് കാരണം ഉണ്ടാകുന്ന നീർക്കെട്ടിനെയും വേദനയും കുറയ്ക്കുകയും സഹായിക്കും. ഇതുപോലെ തന്നെ ഒന്നാണ് ചിറ്റാമൃത അല്ലെങ്കിൽ അമൃതവല്ലി എന്നൊക്കെ പറയും.
മെയിനായിട്ട് നമ്മൾ ചിറ്റാമൃതമൊക്കെ കൊടുക്കുന്ന ഷുഗർ പേഷ്യൻസിനൊക്കെയാണ്. പക്ഷേ എന്നിരുന്നാൽ പോലും ഈ ചിറ്റാമൃത് നമ്മുടെ ശരീരത്തിലെ നീർക്കെട്ടും വേദനയും കുറയ്ക്കാൻ സഹായിക്കുന്നതിൽ ഉത്തമമാണ്. അത് തലേ ദിവസം തന്നെ തണ്ടോടുകൂടി ചിറ്റാമൃത് കളക്ട് ചെയ്ത് വെച്ചതിന് ശേഷം ഒരു ഗ്ലാസ് വെള്ളത്തിൽ ഇട്ട് വെക്കണം. കുതിർക്കാൻ വേണ്ടി വെക്കുന്ന പോലെ ഇട്ട് വെക്കണം. പിന്നെ അത് പിറ്റേ ദിവസം അത് നല്ലപോലെ തിളപ്പിക്കണം. തിളപ്പിച്ച് അതിന് 1/2 ഗ്ലാസ് വരെയാക്കി വറ്റിക്കണം. എന്നിട്ട് ഈ 1/2 ഗ്ലാസ് വെള്ളത്തെ രാവിലെയും രാത്രിയും കുറേശ്ശെ വീതം കുടിക്കണം. ഇതൊരു 15 ദിവസം കണ്ടിന്യൂ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ശരീരത്തിലെ യൂറിക് ആസിഡിൻ്റെ അളവ് നോർമൽ ആകാൻ സഹായിക്കുകയും അതേപോലെ തന്നെ ഇതുമൂലം ഉണ്ടാകുന്ന വേദനയും നീർക്കെട്ടും നല്ലതുപോലെ കുറയ്ക്കും. പിന്നെ നമ്മൾ തുടക്കത്തിൽ തന്നെ യൂറിക് ആസിഡിൻ്റെ അളവ് ഇങ്ങനെ കൺട്രോൾ ചെയ്ത് പോയില്ലെങ്കിൽ കിഡ്നി സംബന്ധമായ പ്രശ്നങ്ങളൊക്കെ ഭാവിയിൽ നമുക്ക് ഉണ്ടാകും. നമ്മൾ ഹെൽത്ത് ഈസ് വെൽത്ത് എന്നാണല്ലോ നമ്മൾ പറയുന്നത്. അപ്പോൾ നമ്മുടെ ആരോഗ്യത്തെ സംരക്ഷിക്കേണ്ടത് നമ്മൾ തന്നെയാണ്, അല്ലെങ്കിൽ നമ്മുടെ ഉത്തരവാദിത്വം തന്നെയാണ്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. വീണ്ടും പുതിയൊരു വീഡിയോയിലൂടെ കാണുന്നത് വരേക്കും നന്ദി.